ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിത സന്തോഷത്തോടു കൂടി തന്നെ രാമനാഥനോട് പറയണ്ട്, അച്ഛാ മഹേഷ് കണ്ണു തുറന്നു. മഹേഷ് ഇപ്പോ സംസാരിക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്നെ നോക്കി അച്ഛ എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടെ രാമനാഥൻ ഇങ്ങനെ ആണോ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എന്താ മോള് പറയണത്? നമ്മുടെ മോൻ കണ്ണു തുറന്നു ആണോ? ഞാൻ അവളത്തൊന്ന് സംസാരിക്കട്ടെ. മോളെ ഇഷിതേ, മഹേഷ് കണ്ണു തുറന്നു മോളെ. ആ കണ്ണു തുറന്നുമേ, കണ്ണു തുറന്ന് ഇപ്പൊ നോക്കിയേ ഉള്ളൂ എന്ന് പറയാണ്. സത്യമാണോ മോള് പറഞ്ഞത്? എനിക്ക് മോളുടെ വായിന്ന് കേട്ടപ്പോഴാ സമാധാനായത്. ഞങ്ങൾ വന്ന കാണിക്കാം മോളെ മഹേഷിന്. അമ്മ വാ, എന്തായാലും അച്ഛനെയും കൂട്ടിക്കൊണ്ട് വാ എന്ന് പറയാണ്. പക്ഷെ ഇതൊട്ടും തന്നെ മഞ്ജിമക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മഞ്ജിമ സ്വപ്നം കണ്ട് ചിലപ്പോ മഹേഷ് മരിച്ചതിന് ആ സ്വത്തുക്കളും കൂടി മഞ്ജിമക്ക് കിട്ടുമല്ലോ. അതാണ് മഞ്ജിമയുടെ ഉദ്ദേശം. മഞ്ജിമക്ക് വലിയ സങ്കടമൊന്നുമില്ല. ഓ, അവൻ കണ്ണു തുറന്നോ എന്ന രീതിയിലാണ് മഞ്ജിമ നോക്കുന്നത് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിത ഇങ്ങനെ ഫോണൊക്കെ ചെയ്യണ കാണുമ്പോഴേക്കും രചനക്ക് ദേഷ്യം കൂടാണ്. ഓ, എന്തൊരു സ്നേഹമാണ് അമ്മായിമ്മയും മരുമകളും തമ്മിൽ. ഈ സ്നേഹമൊക്കെ ഉടച്ച് ഞാൻ കയ്യിലേക്ക് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് പോലീസുകാർ വരുന്നത് കേട്ടോ. പോലീസുകാരെ കാണുമ്പോൾ തന്നെ രചന ആകെ നട്ടം തിരിയാണ്. ഈശ്വര, പോലീസുകാരോ, ഇവരെന്താ ഇവിടെ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പതുക്കെ പോലീസുകാർ അകത്ത് കയറുമ്പോൾ രചനയും അതിന്റെ കൂടെ കേറുവാട്ടോ. ആ സമയത്ത് പോലീസുകാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മഹേഷ് ചന്ദ്രൻ അതെ എന്ന് ഇഷിത പറയാണ്. അല്ല, വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ആക്സിഡന്റ് ഒക്കെ ആയാൽ നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കുമല്ലോ മാഡം. അല്ല, മഹേഷ് ചന്ദ്രന്റെ സ്വന്തം വാഹനം തന്നെയാണ് ഓടിച്ചത് എന്ന് പോലീസ് ചോദിക്കുമ്പോ ഇഷിത പറയണ്ട്, ഇല്ല സർ, മഹേഷിന്റെ വാഹനം ആ ദിവസം സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതിനടുത്ത ദിവസം ടൂർ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ലോങ് ട്രിപ്പ് ആയിരുന്നു. അതുകൊണ്ട് വണ്ടി ഒന്ന് സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടി മഹേഷ് എന്റെ വണ്ടിയാണ് യൂസ് ചെയ്തത്. ഓഹോ, അപ്പൊ താങ്കളുടെ വണ്ടിയാണ് മഹേഷ് യൂസ് ചെയ്തേലേ? അതെ, എന്റെ വണ്ടി ആദ്യമായിട്ടൊന്നല്ല മഹേഷ് യൂസ് ചെയ്യണത്. എന്റെ ഫുൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും മഹേഷ് 1-2 പ്രാവശ്യം ആ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. മഹേഷ് വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി ഓടിക്കാറ്. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആ സ്ഥലത്ത് എത്ര കിലോമീറ്റർ വണ്ടി ഓടിക്കണമെന്ന് കറക്റ്റ് ആയിട്ട് മഹേഷിന് അറിയാം. ഒരു ഇച്ചിരി പോലും സ്പീഡിൽ മഹേഷ് വണ്ടി ഓടിക്കാറില്ല സർ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണല്ലേ. ഇപ്പത്തെ കാലം അതാണല്ലോ. മഹേഷിന് വല്ല ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലും? മഹേഷിന് ശത്രുക്കൾ ഉണ്ട് സർ എന്ന് പറഞ്ഞിട്ട് ഇഷിത രചനയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ടോ. രചന ആകെ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കുന്നുണ്ട് ഈ കേസ്. നിങ്ങളുടെ എല്ലാ സഹകരണവും വേണം. തീർച്ചയായിട്ടും ഉണ്ടാവും സർ എന്ന് ഇഷിത പറയാണ്. പോലീസുകാരത്ത് പോണ സമയത്ത് രചന എന്നെ കാണുന്നുണ്ട്. ഇതാരാന്ന് ചോദിക്കുമ്പോ അത് മഹേഷിന്റെ ഫസ്റ്റ് വൈഫാണെന്ന് ഇങ്ങനെ ഇഷിത പറയണ്ടോ. ശരി, എങ്കിൽ ശരി, ഞങ്ങള് കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ പോയിക്കോളൂ സാർ എന്ന് ഇഷിത പറയണം. എന്റെ ഫുൾ പിന്തുണ ഉണ്ടാവുന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ രചനക്കാകെ ടെൻഷൻ ആവാട്ടോ. ശേഷം രചനയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ആദിനെ കാണാനില്ലെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് കേട്ടോ. ചിപ്പിനെയും അതേസമയം കാണാനില്ല. രണ്ടുപേരെയും കാണാനെന്ന് പറയുമ്പോഴേക്കും ആകെ ടെൻഷൻ ആവാണ്. അപ്പൊ സ്വപ്നവല്ലി രാമനാഥനും കൂടിയിട്ട് ഇഷിതനെ വിളിച്ചു പറഞ്ഞിട്ട്, മോളെ ചിപ്പി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറയാണ്. സ്കൂൾ ബസ് വന്ന് പോകേണ്ട സമയമല്ലോ, സ്കൂൾ ബസ്സിൽ അവള് കേറിയില്ലെന്നാ പറയണത്. ഈശ്വര, കൊച്ചിത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചിട്ട് ഇഷിത ഭയങ്കര കരച്ചിലാട്ടോ. അത് കേട്ട് രചനയും ആകെ ഓടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആകാശിനെ പറയുന്നുണ്ട്, ഓ നിന്റെ മോനെ കാണാനില്ലേ, മോളെയും കാണാനില്ലേ, നന്നായി, രണ്ടെവിടെയും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിക്കാട്ടോ. രചനക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. പക്ഷെ അവര് തട്ടിക്കൊണ്ടുപോയിരുന്ന് ആദ്യം ചിപ്പിയും കൂടി വളരെ വിദഗ്ധമായിട്ട് തന്നെ രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാണ് രണ്ടുപേരെയും കാണുമ്പോ. ഇഷിത അപ്പൊ തന്നെ രാമനാഥനെ വിളിച്ച് പറയണ്ട, അച്ഛാ ചിപ്പിനെ ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, അവള് ചേട്ടന്റെ കൂടെയുണ്ട്, അവരിവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടാ വന്നിരിക്കുന്നത് രണ്ടുപേരും, അതുകൊണ്ടിട്ടായിരിക്കും അച്ഛാ മഹേഷ് പെട്ടെന്ന് റിക്കവർ ആയത് എന്നൊക്കെ പറയാണ്. ആദ്യേ ശയന പ്രദക്ഷിണമൊക്കെ ചെയ്തിട്ടാ വന്നേക്കണത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ മഹേഷിന്റെ മക്കളൊക്കെ കാണുന്നുണ്ട്. മഹേഷിന് ഭയങ്കര സന്തോഷമാവാണ്. 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറയാട്ടോ. അപ്പൊ സന്തോഷം കൊണ്ട് ഇഷിതക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ഇഷിത തന്നെയാണ് മഹേഷിനെ കൊണ്ട് വീട്ടിലേക്കൊക്കെ പോണത്. തിരിച്ച് രചന വീട്ടിലെത്തുമ്പോ സുമിത പറയുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? നീ പോണ്ടത് മഹേഷിന്റെ കൂടെ, മഹേഷിന്റെ വീട്ടിലേക്കല്ലേ? സുമി, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ മഹേഷിന്റെ വീട്ടിലേക്ക് പോണോന്നോ? പിന്നെ അല്ലാതെ മഹേഷിന് ഈ സമയത്ത് നോക്കേണ്ടത് ആരാ? നീയാ, അല്ലാതെ ഇഷിതയല്ല.
അതിന് എന്നെ അവര് കേറ്റോ? എടി കേറ്റിയാലും ഇല്ലെങ്കിലും നീ വേണം മഹേഷിന്റെ കാര്യങ്ങൾ നോക്കാൻ. നീ എവിടത്തെ ഭാര്യയേടി? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരണോ? ഒന്നാമത്തെ കാര്യം ആദി നിന്റെ കൂടെയുണ്ട്. ആദിനെ കാണണം എന്നൊക്കെ, ആദിക്ക് അച്ഛനെ കാണണം, ഡാഡിനെ കാണണം എന്നൊക്കെ പറഞ്ഞേ നീ ആദിനെയും കൂട്ടി അവിടേക്ക് പോ. സമയം വൈകി എന്നൊക്കെ പറഞ്ഞേ മഹേഷിന്റെ കൂടെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ റൂമിൽ തങ്ങി പറ്റടി നീ. അത് മാത്രല്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടുണ്ട് ഗുണങ്ങൾ. മഹേഷിന്റെ മനസ്സിൽ നിനക്ക് കയറി പറ്റുകയും ചെയ്യാം. പിന്നെ ഇഷിതയും മഹേഷും ഒന്നാവാനുള്ള അവസരങ്ങൾ നിനക്ക് അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം എന്ന് പറയാണ്. ആ സമയത്ത് രചന പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയ ആണ് സുമി, എന്തായാലും അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മഹേഷിന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ? തീർച്ചയായിട്ടും പോയിക്കോ എന്ന് സുമിത പറയാട്ടോ. സുമിതയുടെ മനസ്സിൽ ചിരിയാണ് വരുന്നത്. ഇവളിപ്പോ പോയാലും മഹേഷ് ഇപ്പൊ ഇവളെ അംഗീകരിക്കുന്ന ഇവളുടെ വിചാരം ഇവളെന്താ പൊട്ടിയാണോ? ഒരു പ്രാവശ്യം വല്ലവന്റെയും കൂടി ഇറങ്ങിപ്പോയത്, അതും വെറുതെ ഇറങ്ങിപ്പോയതല്ല. മഹേഷ് പലവട്ടം കണ്ടിട്ടുണ്ട് അവഹിത ബന്ധത്തിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ മഹേഷ് അന്ന് രാത്രി വീട്ടിലേക്ക് വന്നപ്പോ രണ്ടുപേരും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത രീതിയിൽ കണ്ടത് കൊണ്ട് കൂടിയിട്ടാണല്ലോ, കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് മഹേഷ്. അതുകൊണ്ട് മഹേഷ് ഒരിക്കലും രചനനെ സ്വീകരിക്കില്ലെന്ന് സുമിതക്ക് നന്നായിട്ട് അറിയാം. രചനനെ പൊട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് സുമിത നോക്കണം കേട്ടോ. അങ്ങനെ രചന ആദിന്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ആദി, നമുക്കൊന്ന് ഡാഡിനെ കാണാൻ വേണ്ടി പോയാലോ? നല്ല കാര്യമേ, എനിക്കിപ്പോ മനസ്സിൽ ആലോചിച്ചുള്ളൂ ഡാഡിനെ കാണണമെന്ന്. നമുക്ക് അവിടെ വരെ പോയാലോ? പോകാം മോനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രി തന്നെ ആദിനെ കൂട്ടിക്കൊണ്ട് രചന നേരെ പോകുവാട്ടോ മഹേഷിന്റെ വീട്ടിലേക്ക്. ഇഷിതയും മഹേഷ് ആണെങ്കിൽ കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെ ആകാം, കാരണം ഇപ്പൊ അവര് രണ്ടുപേരും ഒന്നാകാൻ വേണ്ടി തീരുമാനിച്ച നിമിഷങ്ങളാണ്. അപ്പൊ ആ ഒരു സമയത്ത് രണ്ടുപേരുടെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആരോ രാത്രി കോണിംഗ് ബെൽ അടിക്കണം കേട്ടോ. അപ്പൊ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണത്. വാതിൽ തുറക്കുമ്പോ ദേ നിൽക്കുന്ന ആദിനെ കാണുമ്പോ സ്വപ്നവല്ലിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ തൊട്ടു പിന്നാലെ നീ നിൽക്കുന്ന രചന. ആദിനാക്കിയിട്ട് നീ എന്നാ പൊയ്ക്കോ എന്ന് രചന അടുത്ത് സ്വപ്നവല്ലി പറയുമ്പോ, അതെങ്ങനെ ശരിയാവും? എന്റെ മോൻ ഇവിടെ നിർത്തി എനിക്ക് പോകാൻ പറ്റുമെന്നില്ല. മോൻ എന്തായാലും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കാൻ തന്നെയാ വന്നിരിക്കണത് എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ റൂമിലേക്ക് തള്ളിക്കേറി പോവാട്ടോ രചന. ഇഷിത റൂമിൽ കയറി വരാതിരിക്കാനായിട്ട് രചന എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ചെയ്യാണ്. കാരണം വെച്ചാല് ഇഷിതനെ എങ്ങനെയെങ്കിലൊക്കെ നോവിക്കണം. പിന്നെ ഇഷിതയും മഹേഷും ഒന്നിച്ച് ആ റൂമിൽ കഴിയരുത്, അതാണ് രചനയുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് രചന പല വഴികളും നോക്കുന്നത് കേട്ടോ. അത് ഇഷിതക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, മഹേഷിനും ആ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആദീനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരാരും ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ആദിക്ക് വിഷമമൊക്കെ വെച്ചിട്ട് അവരൊന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ രചന അത് ഒരു മുതലെടുപ്പ് പോലെ ചെയ്യാട്ടോ. രചനയാണെങ്കിൽ മഹേഷിനെ കെയർ ചെയ്യുന്നു, മഹേഷിന് ചായ വേണോ ചോദിക്കുന്നു, പാല് വേണോ ചോദിക്കുന്നു, വെള്ളം വേണോ, ചോറ് വേണോ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മഹേഷിന് ഭയങ്കര കെയർ കൊടുക്കുന്ന പോലെ ആക്ട് ചെയ്യാണ് രചന. പക്ഷെ രചന അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദിക്ക് സന്തോഷാവാട്ടോ. കാരണം തന്റെ മമ്മിക്ക് തന്റെ ഡാഡിയുടെ എന്തൊരു സ്നേഹമാണ് എന്നാണ് ആദ്യം വിചാരിക്കണത്. അപ്പോ ഇഷിതേനെ ആദ്യം ചെറുതായിട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കുമായിരിക്കും. കാരണം തന്റെ മമ്മി ഡാഡിയായിട്ട് ഒന്നിക്കണമെന്നാണല്ലോ ആദിയുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ രചനയും മഹേഷും ഒന്നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദി ഇഷിതേനെ തള്ളി പറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും എന്താകും ഈ ആഴ്ചത്തെ എപ്പിസോഡ് എന്നുള്ളത് നമുക്ക് നല്ല അടിപൊളി എപ്പിസോഡാണ്, ഒരു സംശയവും ഇല്ല കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ചിപ്പിയും അതുപോലെ തന്നെ ആദിയും കൂടി ആ ഒരു കൊള്ളസംഘത്തിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന സീനുകളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.